കേരളത്തിലെ പോലീസ് സംവിധാനത്തിൽ അടിമുടി മാറ്റം വരുത്താൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആകെ മൊത്തത്തിൽ വമ്പൻ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. മയക്കുമരുന്നിനെയും കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെയും അടിയോടെ പിഴുതെറിയാൻ വമ്പൻ പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായി രമേശ് ചെന്നിത്തല നിർണായകമായ ചർച്ചകൾ നടത്തി വരികയാണെന്ന വിവരം പുറത്തുവരികയാണ്. മയക്കുമരുന്നിനെ തുരത്താൻ പുതിയ കർമ്മ പദ്ധതിയാണ് ആഭ്യന്തര വകുപ്പ് കൊണ്ടുവരുന്നത്. ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഫണ്ട് എന്ന പേരിൽ ജൂൺ 1 മുതൽ കർമ്മ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വിശദമായ പ്രൊജക്ട് തയ്യാറാക്കുമെന്നും മറ്റു സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ബന്ധപ്പെടുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. കെമിക്കൽ ലഹരി, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവയുടെ വിപണി അവസാനിപ്പിക്കുമെന്നും സ്കൂളിന്റെ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിലും സമൂല മാറ്റം കൊണ്ടുവരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് സ്റ്റേഷനുകളിൽ കൃത്യമായ പരാതികൾ കേൾക്കുമെന്നും പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യുമെന്നും സ്റ്റേഷനുകളിൽ വരുന്നവരെ കുറ്റവാളികളായി കാണില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പരാതിക്കാരെ പൂർണ്ണമായും കേൾക്കുമെന്നും പോലീസ് സ്റ്റേഷനുകളിൽ ജനസേവാ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റേഷൻ ചുമതല SIമാർക്ക് നൽകുന്നതിൽ പഠനം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസ് ആസ്ഥാനത്തെ ADGPക്ക് പഠന ചുമതല നൽകും. റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും അദ്ദേഹം പ്രതികരിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. അതിനെ ഗൗരവത്തോടെ കണ്ടുകൊണ്ട് ശക്തമായ നടപടി ഉണ്ടാകും. സത്വര നടപടികൾ കൈക്കൊള്ളും, ആഭ്യന്തരമന്ത്രി പറഞ്ഞു.